ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡിലാമിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാരുതിയുടെ വാഗണർ എന്ന വാഹനമാണ്. വാഗണറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനമല്ല, അതിന് തൊട്ട് മുമ്പുള്ള മോഡല് വാഗണറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ കസ്റ്റമറുടെ കംപ്ലൈന്റ് ബ്ലോവർ ഫാൻ എല്ലാ സ്പീഡിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് പ്രോപ്പറായിട്ട് എല്ലാ സ്പീഡിലും ഫാനിന്റെ കാറ്റ് കസ്റ്റമർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിന്റെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തത്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ കംപ്ലൈന്റ് വരാം, അതെങ്ങനെ പരിഹരിക്കാം, ഈ മുതലായ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നാലാണ് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്തു, എന്തെല്ലാം സാധനങ്ങൾ മാറി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനെടുത്ത ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിക് വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാനായിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിക് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഗണറാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല, അതിന് തൊട്ട് മുമ്പത്തെ മോഡൽ വാഗണറാണ്. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറയുന്നത് ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ബ്ലോവർ ഫാൻ എല്ലാ സ്പീഡിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇഗ്നീഷൻ ഓണാക്കാം. നമ്മൾ ഇഗ്നീഷൻ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ബ്ലോവർ ഫാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മളിവിടെ AC എയർ വെൻറ്റിൻ്റെ അവിടെ ജസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പൊസിഷനോട്ട് ഓണാക്കാം. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ ഇടുമ്പോഴേക്കും നമുക്ക് ബ്ലോവർ ഫാനിലോട്ട് കാറ്റ് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് തേർഡ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും ഒട്ടും തന്നെ എയർ ഫ്ലോ വരുന്നില്ല. ഫോർത്ത് പൊസിഷനായ ഫുൾ സ്പീഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി ഒരു സ്പീഡും വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇതിനു മുമ്പും ഇതുപോലത്തെ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷൻ വർക്ക് ചെയ്യാത്ത ഒരു കംപ്ലൈൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് റിഡ്സുമായിട്ട് ബന്ധപ്പെട്ട. മിക്കവാറും അതുമായിട്ട് ബന്ധപ്പെട്ട അതേ കംപ്ലൈൻറ്റുകൾ തന്നെയായിരിക്കാം നമ്മുടെ വാഹനത്തിനും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ഫസ്റ്റ് സ്പീഡിൽ കാറ്റില്ല, സെക്കൻഡ് സ്പീഡിൽ കാറ്റില്ല, തേർഡ് സ്പീഡിൽ കാറ്റില്ല. ആകെ ഫോർത്ത് സ്പീഡിൽ മാത്രമാണ് നമുക്ക് എയർ ഫ്ലോ പുറത്തേക്ക് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് AC സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് ലൈറ്റ് ഓൺ ആണതിലൂടെ ജസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് റൂട്ടാണ്, എന്നാലും എർത്ത് കൺട്രോൾ ചെയ്യേണ്ടെന്നുള്ളതും ഇതിലോട്ട് എർത്ത് വരുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഫോർത്ത് സ്പീഡ് ഇടുമ്പോൾ ഫുള്ളായിട്ടുള്ള സ്പീഡിൽ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഇനി നമ്മളിതിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം, നമുക്കൊരു ബ്ലോവറിൻ്റെ ഒരു നോയ്സ് നമുക്ക് കേൾക്കുന്നുണ്ട്. ഒന്ന് കേൾപ്പിച്ചു തരാം ഞാൻ. ഫോർത്ത് സ്പീഡ് ഇട്ടു. ഒരു ബെയറിങ് റൊട്ടേറ്റ്, അതായത് ബ്ലോവർ ഫാനിൻ്റെ മോട്ടറിൻ്റെ ബെയറിങ് ഇങ്ങനെ സ്റ്റക്കായിട്ട് വരുമ്പോൾ ഉള്ള ബെയറിങ് നോയ്സ് ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ബ്ലോവർ മോട്ടറിന് എന്തെങ്കിലും ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡ് വർക്ക് ചെയ്യുന്നത് ബ്ലോവർ റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലൂടെയാണ്. ബാക്കി ഫോർത്ത് സ്പീഡ് വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഫാനിലോട്ട് നെഗറ്റീവ് സപ്ലൈ ചെല്ലുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇടുമ്പോഴേക്കും അതിൻ്റെ കണക്ഷൻ എല്ലാം ആ റെസിസ്റ്റർ വഴിയാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ഈ ബ്ലോവർ ഫാനിന് എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ ആ ബ്ലോവർ റെസിസ്റ്ററിലൊരു സേഫ്റ്റി ഫ്യൂസ് ഉണ്ട്. ലോഡ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബ്ലോവർ ഫാൻ കട്ടായി പോകാൻ, അതായത് ആ റെസിസ്റ്ററിലൂടെയുള്ള ലൈൻ കട്ടായി പോകാൻ വേണ്ടി അതിലൊരു സേഫ്റ്റി ഫ്യൂസ് പോലത്തെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഇട്ടപ്പോഴേക്കും മോട്ടറിന് എന്തെങ്കിലും ലോഡ് വന്ന ടൈമാണെങ്കിൽ ആ ടൈമിൽ ആ ഫ്യൂസ് പോകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും നമ്മുടെ വാഹനത്തിന് അതായിരിക്കും കംപ്ലൈൻറ്റ്. കാര്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ഫോർത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർത്ത് സ്പീഡിൽ ഡയറക്റ്റ് ആയത് കാരണം ചെറിയ ലോഡ് വ്യത്യാസത്തിലൊന്നും ഫ്യൂസ് പോകില്ല. നല്ല രീതിയിൽ സ്റ്റക്ക് വരിക, ഷോർട്ട് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫ്യൂസ് അടിച്ചു പോയിട്ട് നമുക്ക് ഫോർത്ത് സ്പീഡിൽ വർക്ക് ചെയ്യാണ്ടിരിക്കാം. പക്ഷേ ഇത് ഈ നോയ്സ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഫാൻ എന്തോ സ്റ്റക്കായിട്ടുണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ലോഡ് കൂടി റെസിസ്റ്ററിലുള്ള സേഫ്റ്റി ഫ്യൂസ് പോയതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും ബ്ലോവർ റെസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസും കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വാഹനത്തിൻ്റെ ആക്ച്വലായിട്ടുള്ള ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരാനുള്ള റീസൺ എന്നുള്ളത് പരിശോധിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്നോസിങ്ങിലേക്ക് കിടക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്ലോവർ ഫാൻ്റെ റെസിസ്റ്റർ വരുന്നത് നമ്മുടെ ഗ്ലോ ബോക്സിൻ്റെ ബാക്ക് സൈഡായിട്ടാകുമ്പോൾ നമുക്ക് ഗ്ലോ ബോക്സ് അഴിച്ചു മാറ്റണം. അപ്പോൾ ഇവിടെ 2
ഇതുണ്ട്. അത് രണ്ട് സൈഡിലും ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് ഇവിടെ നിന്ന് കൂരിയെടുക്കാം. രണ്ട് സൈഡിലെയും ഉള്ളിലോട്ടാക്കി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോ ബോക്സ് ഇതുപോലെ ഊരിയെടുക്കാം. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പം നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ബ്ലോവർ റെസിസ്റ്ററിൻ്റെ സോക്കറ്റ്. ഈ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, രണ്ട് സ്ക്രൂവിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ബ്ലോവർ റെസിസ്റ്റർ. ഓക്കെ, ഇതിൻ്റെ AC ഫിൽറ്റർ വരുന്ന ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്. ഇത് ഈ കാണുന്ന ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് AC ഫിൽറ്റർ കാണാൻ പറ്റും. ഈ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഇവിടെ ഇടയ്ക്ക് സ്റ്റക്കാവും. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പീസാണ്. ഈ ബട്ടണും റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഈ ഭാഗത്തൊരു ലോക്ക് ഉണ്ട്. അതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് സെപ്പറേറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിലെ ഫിൽറ്റർ എടുക്കാൻ പറ്റും. ജസ്റ്റ് ചരിച്ചാൽ സാധിക്കും. ഓക്കെ, കണ്ടില്ലേ, ഒരു വെള്ള ഫിൽറ്ററാണത്. ഓക്കെ, നമ്മൾ ഊരിയെടുക്കാൻ പറ്റും. നോക്കി അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ഇത് ഊരാണ്ട് തന്നെ നമുക്ക് ഊരാം. ഓക്കെ, ശരിക്കുള്ള മെത്തേഡ് ഇത് ഊരിയിട്ട് നമുക്ക് ഊരാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലോവർ റെസിസ്റ്ററിലോട്ട് കണക്ഷൻ വരുന്നുണ്ടോ, ബ്ലോവർ റെസിസ്റ്ററിൽ നിന്ന് ഔട്ട് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കാം. അതിനുശേഷം ബ്ലോവർ റെസിസ്റ്റർ അഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലയിൻ്റ് ആണോ എന്നുള്ളതും നോക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്ലോവർ ഫാനിൻ്റെ കണക്ഷൻസ്, അതായത് ബ്ലോവർ ഫാനിലോട്ട് പോസിറ്റീവും വരുന്നതും നെഗറ്റീവ് വരുന്നതും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഫോർത്ത് സ്പീഡ് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഓരോന്ന് അഴിച്ചിട്ട് എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് നോക്കാം. അതിൻ്റെ കണക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ മോട്ടർ. ഈ 1 2 ഇവിടെ ഒരു സ്ക്രൂ, അങ്ങനെ 3 സ്ക്രൂവിലാണ് ഇതിവിടെ പിടിപ്പിച്ച് നിർത്തിയേക്കണത്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് 2 കണക്ഷൻ വന്നിട്ടുണ്ട് വയറിൽ. ഏതായാലും ഊരിയിരിക്കാം. കണക്ഷൻ ഊരി ഇതാണ് ഇതിൻ്റെ ബ്ലോവർ ഫാനിൻ്റെ സോക്കറ്റ് വരുന്നത്. ബ്ലോവർ ഫാനിൻ്റെ പിന്നുകൾ ഉരുകലോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ലോഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇത് ഉരുകാനൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട് ഈ സോക്കറ്റൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഉരുകലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ 2 വയറാണ് വന്നിരിക്കുന്നത്, ബ്ലാക്കിൽ വൈറ്റ്, ബ്ലാക്കിൽ യെല്ലോ. അപ്പം നമുക്കിതിൽ ഏത് വയറിലാണ് പോസിറ്റീവ് സപ്ലൈ വന്നേക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോർമലായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ വരുന്നത് ഈ ബ്ലാക്കിൽ യെല്ലോയിലാണ്. ബ്ലാക്കിൽ വൈറ്റാണ് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ്. നമ്മൾ ബ്ലോവർ ഫാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇടുമ്പോഴേക്കും ഇതിലോട്ട് നെഗറ്റീവ് വരുന്നത് ഈ ബ്ലാക്കിൽ വൈറ്റാണ്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ബ്ലാക്കിൽ യെല്ലോ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ DC ടെസ്റ്റർ എടുത്തിട്ടുണ്ട്, അത് എർത്ത് ബോഡിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പോസിറ്റീവ് വരണമെന്ന് നോക്കാം. നമുക്ക് ബ്ലാക്കിൽ യെല്ലോയിൽ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പിന്നിലെ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഓണായിട്ടില്ല. ഇനി നമുക്ക് ഇഗ്നിഷൻ ഓണാക്കാം. ഇഗ്നിഷൻ ഓണാക്കുമ്പോഴേക്കും ഇവിടെ പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ട്. ഇഗ്നിഷൻ ഓഫാക്കിയേ പോയി. ഓക്കെ, ഓണാക്കിയേ ഓക്കെ. ഇഗ്നിഷൻ ഓണാക്കുമ്പോഴേക്കും പോസിറ്റീവ് സപ്ലൈ നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് സ്പീഡ് ഇട്ടേ, ഫസ്റ്റ് സ്പീഡിലും പോസിറ്റീവ് ഉണ്ട്. സെക്കൻഡ് സ്പീഡിലും പോസിറ്റീവ് ഇട്ടിട്ടുണ്ട്. തേർഡ് സ്പീഡിലും ഉണ്ട്. ഫോർത്ത് സ്പീഡ് ഓക്കെ. അപ്പോൾ പോസിറ്റീവ് കട്ടാവണമെന്നില്ല, ഓഫായിക്കും, ഫുൾ ഓഫായിക്കും. ഓക്കെ, പോസിറ്റീവ് അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വേറെ നമ്മുടെ ടെസ്റ്റ് ലൈറ്റ് എടുത്തിട്ട് ഇതിലും കൂടി സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് പോസിറ്റീവ് നമുക്ക് വരണമെന്ന് മനസ്സിലായി, നെഗറ്റീവ് വരണം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വരണ്ടെന്നുള്ളത് ഒരു ടെസ്റ്റ് ലാമ്പ് ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ടുണ്ട്, ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ലാമ്പ് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയും ബ്ലോവർ ഓൺ ആക്കാം. ഫസ്റ്റ് സ്പീഡ് ഒന്ന് ഓണാക്കി, ഇഗ്നിഷൻ ഓണാക്കി. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്, ഫോർത്ത് സ്പീഡിലെടുക്കുമ്പോൾ മാത്രമാണ് നെഗറ്റീവ് സപ്ലൈ വന്നുള്ളൂ. ഓഫാക്കി, ഫുൾ ഓഫ്. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്പീഡിൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് നെഗറ്റീവ് സപ്ലൈ കിട്ടുന്നുള്ളൂ. പോസിറ്റീവ് നമുക്ക് ഫുൾ ടൈം ഇതിലുണ്ട്, നെഗറ്റീവ് സപ്ലൈ ആണ് നമ്മൾ സ്വിച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഫോർത്തിൽ മാത്രമേ നമുക്ക് ഈ ബ്ലാക്കിൽ വൈറ്റിലോട്ട് നെഗറ്റീവ് വരുന്നുള്ളൂ. ഓഫ് ചെയ്തോ. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരണത് ഈ ബ്ലോവർ റെസിസ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്കതിൻ്റെ കണക്ഷൻ നോക്കാം. നമുക്ക് ബ്ലോവർ റെസിസ്റ്ററിൻ്റെ സോക്കറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് റെസിസ്റ്റർ. ഇതിനൊരു കവർ ഉണ്ടാവും, ഇതിന് കവറില്ല. ഇവിടെ കാണുന്നത് ഇത് തെർമിസ്റ്ററാണ്. ഇവിടെ AC ഉള്ളിലത്തെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് കട്ടാക്കാൻ വേണ്ടിയുള്ള തെർമിസ്റ്ററാണ്. ഇതിൻ്റെ വയർ നമ്മുടെ യൂണിറ്റിനകത്തോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതവിടെ നിന്നോട്ടെ. നമുക്ക് ബ്ലോവർ റെസിസ്റ്ററാണ് നമ്മൾ ഇപ്പോൾ നോക്കണം. ഈ താഴത്തുള്ള ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊരി എടുക്കാം. ഇവിടെ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ദൂരെടുക്കാൻ. ഇതിൽ നിന്ന് ഇങ്ങനെ പോരും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ 4 കാല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 വയർ വന്നിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്,
ബ്ലാക്കിൽ വൈറ്റ് ഉണ്ട്, താഴത്ത് മുകളിലേക്ക് യെല്ലോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഇതിൽ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്കിൽ വൈറ്റ് നമ്മുടെ ഈ ഇതിലോട്ട് പോയിരിക്കുന്ന ബ്ലാക്കിൽ വൈറ്റും സെയിം തന്നെയാണ്. അതിൻ്റെ കണക്ഷൻ 4th സ്പീഡ് ഇടുമ്പോഴേക്കും ഡയറക്റ്റായിട്ട് നെഗറ്റീവ് ഈ വയറിലൂടെ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. ഓക്കെ, ബാക്കിയുള്ള സമയത്ത് നമ്മൾ ബ്ലോവർ ഫാനിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഇടുമ്പോഴേക്കും ഇതിൻ്റെ റെസിസ്റ്ററിലോട്ട് ഒരു കണക്ഷൻ വരും. അത് റെസിസ്റ്ററിൽ കൂടി കയറി ഇറങ്ങി ഈ ബ്ലാക്ക് വൈറ്റിലൂടെ തിരിച്ചു പോയി ഫാനിൽ കിട്ടും. അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഏതാണോ ആ സ്പീഡിൽ ഫാൻ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്പീഡ് ഇടുമ്പോഴേക്കും അടുത്തൊരു വയറിലൂടെ നെഗറ്റീവ് സപ്ലൈ വരും. എന്നിട്ട് വേറൊരു വാല്യൂ കൂടിയ റെസിസ്റ്ററിലൂടെ കടന്നു പോകും. അത് കടന്നു വന്നിട്ട് നേരെ ഈ ബ്ലാക്ക് വൈറ്റിൽ കൂടി തന്നെ തിരിച്ചു വന്ന് ഫാനിന് കിട്ടും. തേർഡ് പൊസിഷനും അതുപോലെ തന്നെ തേർഡ് പൊസിഷനിൽ ഇടുമ്പോൾ ഒരു ലൈനിൽ കണക്ഷൻ വരും. അത് റെസിസ്റ്ററിലൂടെ കയറി ഇറങ്ങി ഈ ബ്ലാക്ക് വൈറ്റിലൂടെ. അപ്പോൾ ഏതിൽ വന്നാലും ബ്ലാക്ക് വൈറ്റിൽ കൂടിയാണ് തിരിച്ച് ഇതിൽ നിന്ന് പോയിട്ട് ഇതിൻ്റെ ഫാനിൽ കിട്ടുന്നത്. കോമൺ ആയിട്ട് ബ്ലാക്ക് വൈറ്റ് ഫാനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയറാണ്. ബാക്കി 3 വയറാണ് നമ്മൾ ഇവിടെ നിന്ന് ഇടുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇടുമ്പോഴേക്കും ഇതിലേക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് വയറെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്പീഡ് ഇടുമ്പോഴേക്കും ഈ റെഡിലാണ് നെഗറ്റീവ് സപ്ലൈ വരുന്നത്. റെഡിൽ വന്നിട്ട് റെസിസ്റ്ററിൽ കൂടി കയറി ഇറങ്ങി ബ്ലാക്ക് വൈറ്റിൽ കൂടി പുറത്തോട്ട് പോകും, ഫാനിലോട്ട് ചെല്ലും. സെക്കൻഡ് സ്പീഡ് ഇടുമ്പോൾ ഇവിടെയുള്ള യെല്ലോയിലുമാണ് നെഗറ്റീവ് സപ്ലൈ വരുന്നത്. യെല്ലോയിലൂടെ വന്ന് റെസിസ്റ്ററിൽ കൂടി കയറി ഇറങ്ങി ബ്ലാക്ക് വൈറ്റിൽ കൂടി ഫാനിലോട്ട് ചെല്ലും. തേർഡ് സ്പീഡ് ഇടുമ്പോൾ ബ്ലൂവിലാണ് നെഗറ്റീവ് വരുന്നത്. ബ്ലൂവിലൂടെ വന്ന് റെസിസ്റ്ററിലൂടെ കയറി ഇറങ്ങി ഈ ബ്ലാക്ക് വൈറ്റിലൂടെ ഫാനിലോട്ട് കിട്ടും. അപ്പോൾ ഈ സംഭവം നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡ് ഇടുമ്പോൾ ഇതിലേക്ക് നെഗറ്റീവ് സപ്ലൈ വരുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ഇടുമ്പോൾ റെഡ്, സെക്കൻഡ് ഇടുമ്പോൾ യെല്ലോ, തേർഡ് ഇടുമ്പോൾ ബ്ലൂ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൽ നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പോസിറ്റീവ് വേണം. നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു എൻഡിൽ പോസിറ്റീവ് വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ബ്ലോവർ ഫാനിലോട്ട് വരുന്ന ഈ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഗ്നേഷൻ ഒന്ന് ഓണാക്കി ഇടാം. അപ്പോൾ നമ്മൾ ഇഗ്നേഷൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലിട്ടിട്ട് ഇതിൽ റെഡിലോട്ട് നെഗറ്റീവ് വരാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെഗറ്റീവ് ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് പിന്നായ റെഡിൽ ടെസ്റ്റർ കണക്ട് ചെയ്ത് നോക്കണതാണ്. ആദ്യം ബോഡി കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നെഗറ്റീവ് കിട്ടുമ്പോൾ ലൈറ്റ് കത്തും. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് വയറിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല, സപ്ലൈ ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് സ്പീഡ് ഇട്ടിട്ടുണ്ട്. ഇനി നോക്കാം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് റെഡ് വയറിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ വയറും ഞാൻ കാണിച്ചു തരാം. ആദ്യത്തേലില്ല, രണ്ടാമത്തേൽ നമ്മൾ ഇട്ടത് കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടേക്കണ കാരണം വന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കിടക്കുന്നത്. അതുപോലെ അടിയിലത്തേലില്ല, അതിൻ്റെ തൊട്ട് സൈഡിലത്തേലില്ല. ആകെ നമ്മുടെ ആ ഒരു റെഡ് വയറിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് പൊസിഷനിലോട്ട് ഇട്ടു. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് യെല്ലോയിലാണ് വരേണ്ടത്. അപ്പോൾ ആദ്യത്തേൽ നോക്കി അതിലില്ല, രണ്ടാമത്തേതിൽ നോക്കി അതിലില്ല, അതിൻ്റെ താഴത്തുള്ള യെല്ലോയിൽ നോക്കാം. ഇനി യെല്ലോയിൽ മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ കണക്ഷനിൽ കൂടി കാണിച്ചു തരാം, അവിടെ ഇല്ല. അപ്പോൾ രണ്ടാമത്തെ സ്പീഡ് ഇടുമ്പോൾ യെല്ലോയിൽ മാത്രം വന്നിട്ടുള്ളൂ. ബാക്കി ഇനി മൂന്നാമത്തെ സ്പീഡ് ഇടുമ്പോൾ ഈ ആദ്യത്തെ കണക്ഷൻ തന്നെ വരും, കാര്യം അതാണ് ബ്ലൂ. അപ്പോൾ ആദ്യത്തേലുണ്ട്, വേറെ ഒന്നിലും നെഗറ്റീവ് സപ്ലൈ വരില്ല. രണ്ടാമത്തെ റെഡിൽ നെഗറ്റീവ് വന്നിട്ടില്ല, പിന്നെ താഴത്തുള്ള യെല്ലോയിലില്ല, ബ്ലാക്ക് വൈറ്റിലില്ല. ആകെ ഫസ്റ്റ് പിന്നായ ബ്ലൂവിൽ മാത്രമാണ് നെഗറ്റീവ് വന്നത്. അപ്പോൾ തേർഡ് ഇട്ടപ്പോഴേക്കും ബ്ലൂവിൽ വന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇടുമ്പോൾ റെഡിൽ, സെക്കൻഡ് ഇടുമ്പോൾ യെല്ലോ, തേർഡ് ഇടുമ്പോൾ ബ്ലൂ. ഈ രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നെഗറ്റീവ് സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ ഫോർത്ത് പൊസിഷൻ ഇടുമ്പോഴേക്കും അതിൽ ബ്ലാക്ക് വൈറ്റിലും കൂടി നെഗറ്റീവ് വരും. അത് ശരിക്കും റെസിസ്റ്ററിലോട്ട് വരുന്നതല്ല. ഈ ബ്ലാക്ക് വൈറ്റ് വയർ നമ്മുടെ ബ്ലോവറിൻ്റെ സ്വിച്ചിൽ നിന്ന്, ഈ ബ്ലോവർ സർക്യൂട്ടിൻ്റെ സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് ഫാനിലോട്ട് പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് ഈ ബ്ലോവർ റെസിസ്റ്ററിലോട്ട് ഈ ബ്ലാക്ക് വൈറ്റ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഏത് സ്പീഡ് സെലക്ട് ചെയ്താലും ആ സ്പീഡിൽ കൂടി കയറി ഇറങ്ങി, ആ റെസിസ്റ്ററിൽ കൂടി കയറി ഇറങ്ങിയിട്ട് ബ്ലാക്ക് വൈറ്റിലൂടെ തന്നെയാണ് നമ്മുടെ ബ്ലോവർ ഫാനിലോട്ട് ലഭിക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം വരും. നമ്മൾ അവിടെ ഫോർത്ത് സ്പീഡ് സെലക്ട് ചെയ്താൽ ഡയറക്റ്റായിട്ട് ബ്ലോവർ ഫാനിന് കിട്ടണതും നമ്മൾ റെസിസ്റ്റർ വഴി ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴേക്കും ബ്ലോവറിന് കിട്ടുന്നതും ഈ ബ്ലാക്ക് വൈറ്റ് വയർ വഴി തന്നെയാണ്. ഇനി ബ്ലോവർ ഫാനിൻ്റെ ഈ സോക്കറ്റിലേക്ക് ഒരു ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും സ്പീഡ് വർക്ക് ചെയ്യണത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ബ്ലോവർ റെസിസ്റ്ററിൻ്റെ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് ഓണാക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിലിടുമ്പോൾ മാത്രം നമുക്ക് നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് ആ ഫോർത്തിൽ മാത്രം ടെസ്റ്റ് ലാമ്പ് കത്തുന്നത്. ബ്ലോവർ റെസിസ്റ്ററിൻ്റെ ഫസ്റ്റ് പിന്നായ റെഡിൽ നിന്ന് ബ്ലാക്ക് വൈറ്റിലേക്ക് നമുക്കൊരു വയർ ഷോർട്ട് ചെയ്യാം. ഞാൻ വയർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇടുമ്പോൾ റെഡിലേക്കാണ് നെഗറ്റീവ് വരുന്നത്. ആ വരുന്ന നെഗറ്റീവ് നേരെ ബ്ലാക്ക് വൈറ്റ് വഴി ഫാനിലോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇഗ്നേഷൻ ഓൺ ആക്കിയാലാണ് ബ്ലോവറിലോട്ടുള്ള പോസിറ്റീവ് കിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടപ്പോഴേക്കും നമ്മൾ ഷോർട്ട് ചെയ്തേക്കണ കാരണം നമ്മുടെ
ബ്ലോവർ ഫാൻ ഓണായെന്ന് പറയാം. നമ്മൾ അതിന് പകരം ലൈറ്റ് ഇട്ടേക്കണതാണ്, അത് ഓണായി. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് കണക്ഷനായ യെല്ലോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോയിൽ നിന്നും ബ്ലാക്ക് വൈറ്റിലോട്ടാണ് ഇപ്പോൾ കണക്ഷൻ. ഞാൻ സെക്കൻഡ് സ്പീഡ് സെലക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്പീഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തു. സെക്കൻഡ് സ്പീഡിൽ ഇടുമ്പോഴും ബ്ലോവറിലോട്ട് പ്രോപ്പറായിട്ട് തന്നെ ലൈൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇട്ടപ്പോൾ അത് കട്ടായി. ഓക്കെ, നമ്മൾ ഇനി തേർഡ് സ്പീഡായ ബ്ലൂവിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നതാണ്. തേർഡ് സ്പീഡ് ഇടുമ്പോഴേക്കും ബ്ലൂവിലേക്കാണ് സ്വിച്ചിൽ നിന്ന് നെഗറ്റീവ് വരുന്നത്. ആ നെഗറ്റീവ് ബ്ലാക്ക് വൈറ്റ് വഴി നമ്മുടെ ബ്ലോവർ ഫാനിലോട്ട് എത്തും. അപ്പം നമ്മിനി തേർഡ് സെലക്ട് ചെയ്യുന്നതാണ്. തേർഡ് നമ്മൾ സെലക്ട് ചെയ്തു. തേർഡ് സ്പീഡും പ്രോപ്പറായിട്ട് തന്നെ കണക്ഷൻ ഫാനിലേക്ക് കിട്ടുന്നുണ്ട്. ഫോർത്ത് സ്പീഡ് പിന്നെ ഡയറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഓഫാക്കി ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ 2 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഈ ബ്ലോവർ റഷർ ഊരിയെടുക്കാൻ പറ്റും. ഇഗ്നിഷൻ ഓഫാക്കിയിട്ട് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ 2 സ്ക്രൂ അഴിച്ചിട്ട് ബ്ലോവർ റഷർ പുറത്തേക്ക് എടുക്കാം. സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്, 2 സ്റ്റാർ സ്ക്രൂ. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് പുറത്തോട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. നമ്മൾ റെസിസ്റ്റർ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ റെസിസ്റ്റർ. 4 പിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫ്യൂസ് കട്ടായി പോയിരിക്കുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ലെഗ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ആ സംഭവം ശരിക്കും അവിടെ താഴത്ത് സോൾഡർ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഫാനിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഓവർലോഡ് ആകുമ്പോഴേക്കും അത് ഹീറ്റായിട്ട് കട്ടാവും. നോർമൽ ഫ്യൂസ് മേളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇരിക്കേണ്ടതാണ്. ഇതിൽ ടെമ്പറേച്ചർ ഓവറായിട്ട് ലോഡ് ആകുമ്പോഴേക്കും ഈ ഫ്യൂസ് ഹീറ്റായിട്ട് ആ സോൾഡറിങ് അവിടെ നിന്ന് കട്ടായിട്ട് ബ്ലോവർ ഫാനിലോട്ടുള്ള ലൈൻ ഡിസ്കണക്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓവറായിട്ട് ഹീറ്റായിട്ട് ഫ്യൂസ് പോയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബ്ലോവർ റെസ്റ്ററിൽ നിന്ന് ഔട്ട് വരാത്തതും 1 2 3 എന്നുള്ള സ്പീഡ് വർക്ക് ചെയ്യാത്തതും. അപ്പോൾ നമ്മുടെ ശരിക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏതെങ്കിലും ഒരെണ്ണത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും എന്തെങ്കിലും സ്റ്റക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ടാവുക. ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ഉരുകാൻ വരെ സാധ്യതയുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ട് ആ സൈഡിലൊക്കെ ഉരുകി കത്ത് പിടിക്കാനൊക്കെ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിനി ഈ ഫാൻ എന്തെങ്കിലും സ്റ്റക്ക് ഉള്ളത് കൊണ്ടായിരിക്കും ഈ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. ഫാൻ ഏതായാലും അഴിച്ച് നോക്കണം. അഴിച്ച് നോക്കി അതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നൊന്ന് കൺഫേം ചെയ്യാം. പിന്നെ നമ്മൾ റെസിസ്റ്റർ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഹോളിൽ കൂടി നമുക്ക് ഈ കൂളിംഗ് കോയിലിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റും. ബ്ലോക്ക് ആണോ ഇല്ല എന്നുള്ളത് അതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും റെസിസ്റ്റർ മാറണം. നമുക്ക് റെസിസ്റ്റർ മാറുമ്പോഴേക്കും നമുക്ക് ആ ബ്ലോവർ ഫാനും കൂടി ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷനും കൂടി നോക്കിയിട്ട് ബ്ലോവർ ഫാനും കൂടി മാറണോ അല്ല റെസിസ്റ്റർ മാത്രം മതിയോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോവർ ഓവർലോഡ് ആയി കഴിയുമ്പോൾ കട്ടാവുന്ന സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ, ചിലവർ ഇത് സോൾഡർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അതൊരു സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ സോൾഡർ ചെയ്യുന്നില്ല. നമ്മളത് റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബ്ലോവർ ഫാൻ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ 3 സ്ക്രൂ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നായിരുന്നു. ആ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബ്ലോവർ ഫാൻ പുറത്തേക്ക് ഊരി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ ഫാൻ. ഇതിൻ്റെ ഉള്ളിൽ എല്ലയൊക്കെ കയറിക്കുമ്പോൾ സൗണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്ലോവർ ഫാനിൻ്റെ ഉള്ളിലത്തെ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഒരു സ്റ്റക്ക് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ബെയറിംഗ് നോയ്സ് പോലത്തെ ബെയറിംഗ് ആയിട്ട് കംപ്ലയിൻറ്റ് വരാം. അതുപോലെ അവിടെ ഒരു ലൂബ്രിക്കേഷൻ്റെ സംവിധാനം ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും ഇത് അഴിച്ച് നോക്കാം. ഒരു സ്ക്രൂ ഉണ്ട്, അതിന് 2 ലോക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിലത്തെ കവർ ഊരാം. ഫ്രണ്ടിലത്തെ ഈ ലീഫിൻ്റെ നടുക്കുള്ള ഈ 8ൻ്റെ നെറ്റ് അഴിച്ച് കഴിഞ്ഞാൽ ലീഫും ഊരിയെടുക്കാം. അപ്പോൾ 2 സൈഡിലത്തെയും മോട്ടറിൻ്റെ ഉള്ളിലത്തെ ഷാഫ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലും ലൂബ്രിക്കേഷൻ ചെയ്താൽ ഈ സൗണ്ടോ കാര്യങ്ങൾ മാറുവാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നെറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഷാഫ്റ്റ് അടിച്ചടിച്ചാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. അതിന് വലിയ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഹാമറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തട്ടുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ഒരു ക്ലാവ് പിടിച്ച ഒരവസ്ഥ. ഈ ലീഫ് വരുമ്പോൾ ഒരു വാഷർ ഉണ്ട്, അതും നോക്കണം. പിന്നെ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് മാറാമെന്ന് നോക്കണം. ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഫാൻ മാറണമെന്ന് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ വേണ്ട, ഒരു തവണ ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കാനാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫാൻ മോട്ടർ സ്മൂത്തായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ലീഫെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് ഒന്ന് പിടിപ്പിച്ച് നോക്കാം. കംപ്ലയിൻറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് റെസിസ്റ്റർ മാത്രം മാറിയിട്ട് ഇതൊരു ഒബ്സർവേഷനിൽ വിടാം. കസ്റ്റമർ മാറണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാറാത്തത്. നമ്മൾ സാധാരണ ഇങ്ങനൊരു കേസിന് മാറാറുണ്ട്. ഇത് 3000 ചില്ലാൻ രൂപയുണ്ട്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ്. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. യാതൊരുവിധ നോയ്സും ഇല്ല. പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഏതായാലും ഇത് തിരിച്ച് പിടിപ്പിക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രോബ്ലവും ഇല്ല. നമുക്കിനി ഈ ബ്ലോവർ ഫാൻ നമ്മുടെ ഇവിടെ റിമൂവ് ചെയ്തെടുത്ത ഭാഗത്തേക്ക് തന്നെ തിരിച്ച് റീസെറ്റ് ചെയ്യാം.
ഇത് ഒരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പ് നോക്കി വേണം ചെയ്യാൻ. ഒരു സൈഡിൽ ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ അതുപോലെ അതിന് ഹോള് താഴത്തുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് അതിലോട്ട് കയറ്റി വെച്ചിട്ട് ആ 3 സ്ക്രൂ ഇട്ടിട്ട് ബ്ലോവർ ഫാൻ തിരിച്ച് റീസെറ്റ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് പരിശോധിക്കാനുണ്ട്. അപ്പോൾ ഫിൽറ്റർ പരിശോധിക്കണമെങ്കിൽ ഈ ഒരു കവർ റിമൂവ് ചെയ്യണം. പിന്നെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ബുള്ളറ്റ് ബട്ടനും കൂടി ഉണ്ട് അതിൽ. ഒരു സൈഡിലെ ബട്ടൺ ഞാൻ ഊരി. അപ്പോൾ ഈ ബട്ടനാണെങ്കിൽ ഉരുണ്ട നടുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുള്ളറ്റ് ബട്ടൺ ഇതുപോലെ നമുക്ക് ഊരി പുറത്തോട്ട് എടുക്കാൻ പറ്റും. സാധാരണ അതിനുശേഷം നമുക്ക് ഈ കവർ ഊരി എടുക്കണമെങ്കിൽ ഊരി എടുക്കാം. ഞാൻ ജസ്റ്റ് മുകളിലോട്ട് ലോഡ് ചെയ്ത് നിർത്തിയിട്ട് അതിൻ്റെ ഫിൽറ്ററിൻ്റെ കവർ ഊരിയിട്ട് ഊരിയെടുക്കാൻ പോലെയാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഒരു സൈഡിൽ ലോക്ക് മാറ്റി വലിച്ചു കഴിഞ്ഞാൽ ഈ ഷട്ടർ ഇതുപോലെ ഊരിപ്പോരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ബ്ലോവറിൻ്റെ ഈ കാണുന്നതാണ് ഫിൽറ്റർ റിമൂവ് ചെയ്തെടുക്കാം. ഇതിന് ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞ പൊസിഷനൊക്കെ ഉണ്ട്. ഒരു ആരോ ഉണ്ടാകും മുകളിലോട്ട് ടോപ്പ് പൊസിഷൻ. അപ്പോൾ നമ്മൾ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. വലിയ അഴുക്കൊന്നും ഇല്ല, ഇടയ്ക്ക് മാറിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ക്ലീനാണ്, എന്നാലും ജസ്റ്റ് നമുക്ക് ബോഡി ഒന്ന് തട്ടിയേക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയപ്പോഴേക്കും നമ്മൾ കണ്ടത് ഇതിൻ്റെ റീസർക്കുലേഷൻ്റെ ഷട്ടറാണ് ഈ കാണുന്നത്. ഷട്ടറിൽ എലി കടിച്ചിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് എയർ എടുക്കാൻ വേണ്ടി ഉള്ള സമയത്ത് തുറക്കുന്ന ഒരു ഡോറാണിത്. ആ ഡോറ് എലി കടിച്ചിട്ട് എലി ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കൂളിംഗ് പ്രോപ്പറായിട്ട് വരത്തില്ല. അപ്പോൾ ഈ ഷട്ടറും മാറി ഈ എലി കയറാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിലൊരു നെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പക്കയായിട്ട് AC ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും ഇത് നമുക്ക് കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്യാം. നമുക്ക് AC വർക്ക് തരുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ നിലവിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വിടാം. അപ്പോൾ നമുക്കിനി ഏതായാലും ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് ഫിൽറ്റർ ഇതിലേക്ക് തിരിച്ച് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതുപോലെ തന്നെ ഹോളിലിട്ടിട്ട് ഈ ക്യാപ്പിട്ട് ടൈറ്റ് ചെയ്യുക, 2 ബട്ടൺ ഇടുക. അതോടുകൂടി അവിടുത്തെ പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ ബ്ലോവർ ഫാൻ തിരിച്ച് പിടിപ്പിക്കുന്നതാണ്. ഇതിന് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വേണം, നിങ്ങൾ കാണുന്നുണ്ടാവും. കുഞ്ഞ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ്. ആ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടാണ് നമ്മൾ ഈ 3 സ്ക്രൂവും ടൈറ്റ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക, വേറെ യാതൊരു പ്രോബ്ലവും ഇല്ല. ആ ഒരു ബോക്സ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ബോക്സ് പോലത്തെ ഒരു കട്ടിങ് ഉണ്ട്, അതിലോട്ട് വേണം ബ്ലോവർ ഫാൻ കയറ്റി വെക്കാൻ. അതിലേ ഇരിക്കുകയുള്ളൂ, അല്ലാണ്ട് ഇരിക്കില്ല. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, അവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്ലോവർ ഫാൻ്റെ കണക്ഷൻ കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്ററും അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബ്ലോവർ റെസ്റ്റർ മാത്രമാണ് ഇനി അവിടെ കുത്താനുള്ളൂ. നമുക്കിനി ഈ ബ്ലോവർ റെസ്റ്റർ വരുമ്പോഴേക്കും ബ്ലോവർ റെസ്റ്ററും ഇടാം. നമുക്കിനി ആദ്യം തന്നെ ഈ ബ്ലോവർ ഫാൻ്റെ കണക്ഷൻ ഒന്നും കൂടി കൊടുത്തേക്കാം. ബ്ലോവർ ഫാൻ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തു. ബ്ലോവർ ഫാൻ്റെ കണക്ഷനും കൂടി നമ്മൾ അതിലോട്ട് പ്രോപ്പറായിട്ട് തന്നെ കയറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ സോക്കറ്റ് ഉരുകുന്ന കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്ലർ മാറുകയോ അതിന് എന്താണെന്ന് വെച്ചാൽ കറക്ഷൻ ചെയ്യേണ്ടിയൊക്കെ വരും. ഫാനും ആ കപ്ലറും കൂടി ഉരുകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ പൊസിഷൻ ഓണാക്കിയിട്ട് ഓരോ പൊസിഷൻ ഓണാകില്ല, നമ്മുടെ 4th മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. ഫാനിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫാൻ ഓണാക്കി ഓഫാക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ പോലെ ആ സൗണ്ടൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ആണ്. പ്രോപ്പറായിട്ട് തന്നെ ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. യാതൊരുവിധ അബ്നോർമൽ സൗണ്ടും നമുക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ആ കംപ്ലൈൻറ്റ് നമ്മുടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഇവിടുത്തെ റെസിസ്റ്റർ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് വേറൊന്നുമില്ല, ഇതുപോലത്തെ പുതിയൊരു റെസിസ്റ്റർ വാങ്ങിക്കുക, നേരെ അവിടെ കയറ്റി പിടിപ്പിക്കുക. ഇതിനിപ്പോൾ ഒരു പൊസിഷൻ ഉണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ കട്ടിങ് ആയിട്ട് വരുന്ന റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ. ഈ രീതിയിൽ അതിലോട്ട് കയറ്റി വെക്കുക, 2 സ്ക്രൂ കൂടെ ഈ കപ്ലർ കൊടുക്കുക. ഇത്രയും നമുക്ക് അവിടുത്തെ വർക്കുള്ളൂ. ഈ ഫ്യൂസ് പോയതായിരുന്നു നമ്മുടെ ഈ കംപ്ലൈൻറ്റുകളൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ പുതിയ റെസിസ്റ്റർ നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ. ഒരു 500 സംതിങ് രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടാകും. അതിന് നേരത്തെ അതിൻ്റെ ഫ്യൂസ് പോയിരിക്കുന്ന ഒരവസ്ഥയെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ ഇരിക്കുന്നത്. അത് കണക്റ്റഡ് ആയിട്ട് വേണം ഇരിക്കാൻ. ഈ കാണുന്നതാണ് നമ്മളതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ കംപ്ലൈൻ്റ് ഉള്ള റെസിസ്റ്റർ. അപ്പോൾ ആ റെസിസ്റ്റർ നമ്മൾ തിരിച്ചിടുന്നില്ല, കസ്റ്റമർ അത് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ റെസിസ്റ്റർ പുതിയത് നമുക്കവിടെ തെറ്റ് ചെയ്തിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് തന്നെ അതിൻ്റെ കട്ടിങ് അനുസരിച്ചിട്ട് കയറ്റി വെച്ച് സ്ക്രൂ ഇട്ട് മുറുക്കാം. അപ്പോൾ നമ്മൾ അത് കയറ്റി വെച്ച് സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയിട്ടുണ്ട്. ഇനി ബ്ലോവർ റെസിസ്റ്ററിൻ്റെ കപ്ലർ നമ്മൾ അതിലേക്ക് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1st, 2nd, 3rd സ്പീഡൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊസിഷനും ഓണാക്കി നോക്കാം. 1st പൊസിഷനിൽ ഇട്ടു, നിങ്ങൾ കാറ്റ് വരുന്നത് കാണുന്നുണ്ടാവും. ആ നമ്മുടെ ടിഷ്യൂ പേപ്പർ പൊങ്ങി. 2nd സ്പീഡ് ഇട്ടു, അതും വർക്ക് ചെയ്യുന്നുണ്ട്. 3rd സ്പീഡ് ഇട്ടു, അതും വർക്ക് ചെയ്യുന്നുണ്ട്. 4th സ്പീഡിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് ശരിക്കും ഇപ്പം മാറിയിട്ടുണ്ട്. എല്ലാ സ്പീഡും തന്നെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ 1st, 2nd, 3rd സ്പീഡായിരുന്നു വർക്ക് ചെയ്യാതിരുന്നത്. അതെല്ലാം ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ റെസിസ്റ്റർ ആയിരുന്നു. റെസിസ്റ്റർ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്ലോവർ ഫാൻ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബ്ലോവർ ഫാനും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ബ്ലോവർ ഫാനും റെസിസ്റ്ററൊക്കെ ഒബ്സർവേഷനിലാണ്. കാര്യം ഇനിയും ഇതുപോലെ ഫാന് കംപ്ലൈൻറ്റ് വന്നാൽ വീണ്ടും ഈ റെസിസ്റ്റർ അടിച്ച് പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്.
അപ്പോൾ ഓക്കെ, നമ്മൾ കസ്റ്റമർ നമ്മളോട് ഫാൻ മാറണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റർ ഏതായാലും നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്ററിൻ്റെ ഈ സേഫ്റ്റി ഫ്യൂസ് കട്ടായതുകൊണ്ടാണ് നമുക്ക് ഫാൻ 1 2 3 എന്നുള്ള പൊസിഷൻ വർക്ക് ആയിരുന്നത്. അപ്പോൾ നമുക്കിനി ഗ്ലോ ബോക്സ് ഒക്കെ പിടിപ്പിച്ച് അവിടുത്തെ വർക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഗ്ലോ ബോക്സ് ഒക്കെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ എലി കടിച്ച കേസൊക്കെ നമ്മൾ കസ്റ്റമറോട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പിന്നെ സർവീസ് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സർവീസും ചെയ്യണം, അവിടെ എലി കയറായിരിക്കും ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏതാണെങ്കിലും കസ്റ്റമർ ചെയ്തോളും. അപ്പോൾ നമ്മുടെ വർക്ക് ഏതായാലും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ഡയഗ്നോസിസ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.